യുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് ശമനമില്ല. വാർത്താരംഭം ആരംഭിക്കുന്നത് സംസ്ഥാനത്തെ മഴക്കാഴ്ചകളുമായാണ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. ഇന്ന് 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. പ്രൊഫഷണൽ കോളേജുകൾക്കുൾപ്പെടെയാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോളും കാസർഗോഡ് നിന്ന് KV ബൈജുവും ആണ് ചേരുന്നത്. ഡാനി, മധ്യകേരളത്തിലടക്കം മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എങ്കിൽ പോലും മഴ ദുരിതങ്ങൾക്ക് വലിയ കുറവില്ല എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും അഭിലാഷ്, കാരണം അത് തന്നെയാണ് കൃത്യം. കാരണം ഒരു മഴയ്ക്ക് ഒരു താൽക്കാലിക ശമനമുണ്ട്. താൽക്കാലിക ശമനം വെച്ചാൽ ഇടവേളകളുണ്ട്, കുറച്ച് ആശ്വാസമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് വലിയ രീതിയിലേക്ക് വെള്ളക്കെട്ടും കാര്യങ്ങളും അടക്കം രൂപപ്പെടാത്തത്. പക്ഷേ മഴ തുടർച്ചയായി ഈ ഇടവേളകളിൽ കിട്ടുന്ന മഴയ്ക്ക് കാര്യമായ രീതിയിൽ തന്നെ മഴ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് മഴക്കെടുതികളുമുണ്ട്. പ്രത്യേകിച്ച് വലിയ രീതിയിൽ കാറ്റ് വീശുന്നൊരു സാഹചര്യമുണ്ട്. എറണാകുളത്തേക്ക് വരികയാണെങ്കിൽ 71ഓളം വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. 2 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതിൽ ഈ ഭാഗികമായി തകർന്ന വീടുകൾ എന്ന് പറയുന്നത് കൂടുതലും മരം വീണ് ഉണ്ടായ അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം വന്ന് പതിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ കാറ്റിലും എല്ലാം തന്നെ സംഭവിക്കുന്നതാണ്. 2 വീടുകൾക്ക് പൂർണ്ണമായും നാശനഷ്ടം സംഭവിക്കുന്ന രീതിയിലേക്ക് വന്നു. മണ്ണിടിച്ചിൽ, ജില്ലയുടെ കിഴക്കൻ മേഖലകൾ ഉൾപ്പെടെ മണ്ണിടിച്ചിൽ രൂക്ഷമായ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇവിടങ്ങളിലേക്കുള്ള യാത്രാ നിരോധനം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഒപ്പം നദികളിലെ ജലനിരപ്പ് ഉയരുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഭൂതത്താൻ അണക്കെട്ടും അതോടൊപ്പം തന്നെ ഇടമലയാർ ഡാമും എല്ലാം തന്നെ ഷട്ടറുകൾ പൂർണ്ണമായി തുറന്ന സ്ഥിതിയിലായതുകൊണ്ട് പെരിയാറിലേക്കുള്ള നീരൊഴുക്ക് കൂടിയിട്ടുണ്ട്. പെരിയാറിൻ്റെ കരകളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴുള്ള ഒരു സ്ഥിതി എടുക്കുമ്പോൾ വലിയ രീതിയിലേക്ക് ഒരു ആശങ്കപ്പെടേണ്ട രീതിയിലേക്ക് കണക്കുകൾ മാറിയിട്ടില്ല എന്നതാണ്. പ്രളയ സാഹചര്യമോ അല്ലെങ്കിൽ അത്തരം മുന്നറിയിപ്പോ നൽകേണ്ട സാഹചര്യമോ നിലവിലില്ല എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ആലുവയിൽ ജലനിരപ്പ്, ആലുവ ക്ഷേത്ര പരിസരങ്ങളിലെല്ലാം തന്നെ ജലനിരപ്പ് ഉയർന്നു, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് അല്പമെങ്കിലും ആ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട് എന്നാണ് ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. മാർത്താണ്ഡവർമ്മ പാലം അടക്കമുള്ള സ്ഥലങ്ങളിലെ കണക്കെടുക്കുമ്പോൾ ജലനിരപ്പ് ഇന്നലത്തേലും കുറച്ചുകൂടി താഴ്ന്നിട്ടുണ്ട് എന്നാണ്. നല്ല രീതിയിൽ ഒഴുക്ക് ലഭിക്കുന്നു. കിഴക്കൻ മേഖലയിലടക്കം ഇടുക്കി ജില്ലയിലടക്കം ലഭിക്കുന്ന മഴ അത് കൂടുതലായും ഒഴുകിയെത്തുന്നത് പെരിയാറിലേക്കാണ്. ഒപ്പം ഈ പറവൂർ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിരുന്നു. കുറ്റിക്കാട്ട് ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് ക്യാമ്പ് തുറന്നത്. പക്ഷേ ഇന്നലെ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് അവിടെ നിന്ന് ക്യാമ്പ് ഒഴിവാക്കിയിട്ടുണ്ട്. ആളുകൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിരുന്നു. 54 പേരാണ് ഈ ക്യാമ്പിൽ ഉണ്ടായിരുന്നത്. അവർ തിരിച്ചു പോയിട്ടുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. റെഗുലേറ്റഡ് കം ബ്രിഡ്ജ് ഈ എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോഴേക്കും 4 ബ്രിഡ്ജുള്ളത് പൂർണ്ണമായിട്ട് അതിനകത്ത് ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. ജലത്തിൻ്റെ ഒഴുക്ക് കണക്കിലെടുത്തുകൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. തീരദേശ മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പ്രത്യേകിച്ച് കടലാക്രമണവും ഉയർന്ന തിരമാലയ്ക്കെല്ലാം തന്നെ സാധ്യതകളുകൊണ്ടാണ് മീൻപിടുത്തക്കാർക്കടക്കം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കണ്ണമാലിയും എടവനക്കാടും ഉൾപ്പെടെയുള്ള തീരദേശ ബെൽറ്റുകൾ അവിടെ കടലാക്രമണം സ്വതവേ രൂക്ഷമാണ്. എങ്കിലും ഇപ്പോഴുള്ളൊരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ മുന്നറിയിപ്പുകളടക്കം നൽകിയിട്ടുള്ളത്. ഈ രീതിയിലാണ് ജില്ലയുടെ ഒരു കണക്കുകൾ പോകുന്നത്. കിഴക്കൻ മേഖലയിലാണ് കൂടുതലായിട്ട് മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത്. മഴ ലഭിക്കുന്നതെന്ന് പറയുമ്പോൾ കൂടുതൽ ഒരു അപകട ഭീഷണി നിലവിലുള്ള ഒരു സാഹചര്യം കിഴക്കൻ മേഖലകളിൽ മണ്ണിടിച്ചിൽ സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പള്ളിക്കരയിൽ മണ്ണ് ഇടിഞ്ഞ ഒരു വീട് അത് ഏതാണ്ട് ഭാഗികമായി തകർന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. അത്തരം ഭീഷണി സാഹചര്യങ്ങളെല്ലാം തന്നെ മഴ മൂലം നിലവിലുണ്ട്. എറണാകുളത്തേക്ക് വീണ്ടും വരികയാണെങ്കിൽ പെരിയാറിൻ്റെ തീരങ്ങളിൽ ചെറിയ രീതിയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചതിൽ ഏലൂരടക്കം ചില താഴ്ന്ന പ്രദേശങ്ങളിലടക്കം വെള്ളം കയറിയ ഒരു രീതിയിലാണ്. പക്ഷേ ആരെയും ഒഴിപ്പിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ. തീർച്ചയായും ഡാനി, അപ്പോൾ ഈ മഴയ്ക്ക് നേരിയ ശമനം ലഭിക്കുന്നു അല്ലെങ്കിൽ ഒരു ഇടവേള ലഭിക്കുന്നു എന്നതൊക്കെ ഈ താഴ്ന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ആശ്വാസമാകുന്നുണ്ടോ? ഈ വെള്ളക്കെട്ട് ഒഴിവാകാൻ അല്ലെങ്കിൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാകുന്നുണ്ടോ മഴയുടെ ഇടവേളകളിൽ? അതാണ് ഒരു ആശ്വാസം എന്ന് പറയുന്നത് അഭിലാഷ്. കാരണം ഇങ്ങനെ വലിയൊരു ഇടവേള ഇപ്പോൾ രാവിലെ നമ്മൾ ഓഫീസിലേക്ക് എത്തുന്ന സമയത്ത് നല്ല രീതിയിലൊരു മഴയുണ്ടായിരുന്നു, ഒരു 6-7 മണി സമയത്ത്. പിന്നീട്
ഇങ്ങോട്ട് ഈ സമയം അത്രയും മഴ കാര്യമായിട്ട് തന്നെ ഇല്ല എന്ന് തന്നെ പറയാവുന്ന അവസ്ഥയാണ്. മഴ പെയ്യാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ കൂടി ഇങ്ങനെ ഒരു മണിക്കൂറുകളുടെ ഒരു ഇടവേള ലഭിക്കുന്നത് വലിയ രീതിയിൽ ആശ്വാസമുണ്ട്. പ്രത്യേകിച്ച് നഗരത്തിലേക്ക് വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കറിയാം ഈ മൺസൂണിൻ്റെ തുടക്കത്തിൽ ലഭിച്ച അതിതീവ്ര മഴകളുണ്ട്, വലിയ ന്യൂനപക്ഷപാതികൾ മൂലമുണ്ടാകുന്ന തീവ്രമഴയുണ്ട്. അതിലെല്ലാം പലപ്പോഴും വലിയ രീതിയിൽ രൂക്ഷമായ രീതിയിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കളമശ്ശേരി അടക്കം മൂലപ്പാടം റോഡ് അടക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ ഉയരുന്ന ഒരു വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത്തരം ഒരു തീവ്രത ഈ ഒരു സമയത്തേക്ക് വന്നിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കൂടിയും അതിൽ ലഭിക്കുന്ന ഇടവേളകൾ വലിയ രീതിയിലൊരു ആശ്വാസം ലഭിക്കുന്നുണ്ട്. വെള്ളം ഒഴുകിപ്പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഓപ്പറേഷൻ വാഹിനി എന്ന പേരിൽ പുഴകളിലെ ഒഴുക്ക് ആഴം കൂട്ട് അതിൻ്റെ തടസ്സങ്ങൾ മാറ്റുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളുണ്ടായി. അതെല്ലാം തന്നെ ഈ വെള്ളം അതിൻ്റെ ഒരു പുറത്തേക്കുള്ള ഒരു ഒഴുക്ക് അതിൻ്റെ കണക്ടിവിറ്റി എല്ലാം സുഗമമാക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. നഗരത്തിൽ ഒരിടത്തും ഈ ഒരു സമയത്ത് 2 ആഴ്ച കാലം പെയ്യുന്ന ഒരു മഴയുടെ ഒരു തുടർച്ചയുണ്ട്. അതിൽ കാര്യമായ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടായിട്ടില്ല എന്നതും എടുത്ത് പറയേണ്ടതാണ്. അങ്ങനെ ഒരു ആശ്വാസം ഇടവേളകൾ മൂലം ഉണ്ടാകുന്നുണ്ട്. അഭിലാഷ്, തീർച്ചയായും മധ്യ കേരളത്തിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. കാരണം 10 ജില്ലകൾ, അത് കോട്ടയം മുതൽ കാസർഗോഡ് വരെയുള്ള 10 ജില്ലകളിൽ ആണ് ഇന്നും ഓറഞ്ച് അലർട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ മധ്യ കേരളത്തിലടക്കം മഴയ്ക്കുള്ള സാധ്യതയാണ്. പക്ഷേ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ വരെ ഉള്ള പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ജില്ലകളിൽ ഇന്ന് കാര്യമായ മഴ സാധ്യത മുന്നിൽ കാണുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടുകൾ എന്തായാലും ഏത് നിമിഷവും മാറി മറിയാം. അതോടൊപ്പം തന്നെ വടക്കൻ കേരളത്തിലാണ് ഇപ്പോൾ അതിശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് നിന്ന് KV ബൈജു ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൈജു, വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം വടക്കൻ കേരളത്തിൽ മഴ തുടരുകയാണല്ലോ. കാസർഗോഡ് ജില്ലയിൽ ഇന്നും അതിശക്തമായ മഴ തന്നെയാണ് പെയ്യുന്നത്. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ജില്ലയിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായിരിക്കുന്നു. ഒപ്പം ജില്ലയിലെ മിക്ക പുഴകളും കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമാണ്. പ്രധാനമായും മഞ്ചേശ്വരം, കുമ്പള, മൊഗ്രാൽ, അതുപോലെ തന്നെ മധുവാഹിനി, കാര്യങ്കോട് തുടങ്ങിയ പുഴകളെല്ലാം തന്നെ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമാണ്. ഈ പുഴയോരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലകളിലും മണ്ണിടിച്ചൽ അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മേഖലകളിലുള്ളവരും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിലും അതുപോലെ തന്നെ ശക്തമായി വീശിയടിച്ച കാറ്റിലും വ്യാപക നാശനഷ്ടമാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. നിരവധി വീടുകൾ തകർന്നു വീഴുന്ന സാഹചര്യമുണ്ടായി. അതായത് മരങ്ങൾ കടപുഴകി വീടിന് മുകളിൽ വീണും മറ്റുമാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. ഏതായാലും ആളപായം ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസം. ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ആരും തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയിട്ടില്ല. അതേസമയം പലരും ബന്ധു വീടുകളിലേക്കാണ് മാറിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തീരപ്രദേശങ്ങളിലാണ് അതീവ ജാഗ്രത ഈ പ്രദേശങ്ങളിലുള്ളവർ പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാനമായും ഉയർന്ന തിരമാല സാധ്യതയാണ് ഈ പ്രദേശങ്ങളിൽ പ്രവചനം. മാത്രമല്ല കള്ളക്കടൽ പോലുള്ള പ്രതിഭാസവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ മാറി താമസിക്കണമെന്ന മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് കോട്ടിക്കുളം, കടപ്പുറമൊക്കെ വലിയ കടലാക്രമണ ഭീഷണി നിലനിൽക്കുന്നു. നിരവധി വീടുകൾ കടലെടുത്ത പ്രദേശം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ നിരവധി വീടുകൾക്ക് ഇവിടെ ഇത്തരത്തിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഈ മേഖലകളിലുള്ളവർക്കാണ് പ്രധാനമായും ഈ ബന്ധുവീടുകളിലേക്കോ അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ മാറി താമസിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ജില്ലയിലെ വൈദ്യുതി ബന്ധം ഇപ്പോഴും താറുമാറായ സാഹചര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് ശക്തമായ കാറ്റിൽ നിരവധി ഇടങ്ങളിൽ ഇലക്ട്രിക് പോസ്റ്റ് നിലംപൊത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. പല സ്ഥലങ്ങളും ഇപ്പോഴും ഇരുട്ടിൽ തന്നെയാണ്. എന്തായാലും അടിയന്തിരമായി ഇത്തരത്തിലുള്ള വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ വൈദ്യുതി വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനായി പ്രത്യേക സ്ക്വാഡിനെ നിയോഗിക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശമുണ്ട്. ഒപ്പം നാളെയും അതിശക്തമായ മഴ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രവചനം. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. കർണാടകയുടെ തീരപ്രദേശങ്ങളിലും ശക്തമായ മഴയാണ് ഇപ്പോഴും
പെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കാറ്റിന് ശക്തമായി വീശി കാറ്റിന് സാധ്യത ഉണ്ടെന്ന മുന്നറിയിപ്പുണ്ട്. ഏതായാലും മംഗളൂരുവിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും വെള്ളം കയറിയ അവസ്ഥ തന്നെയാണ്. തീരപ്രദേശത്തുള്ളവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം മംഗളൂരുവിലും നൽകിയിട്ടുണ്ട്. ശക്തമായി കാറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഈ പ്രദേശങ്ങളിലും നിലവിൽ നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിലായി തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് വടക്കൻ കേരളത്തിലും കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസമായി തുടർച്ചയായി മഴ പെയ്യുന്നുവെങ്കിൽ വടക്കൻ കേരളത്തിലെ മറ്റ് ജില്ലകളിലും ഈ ശക്തമായ മഴ തന്നെയാണ് തുടരുന്നത്. എന്നാൽ തെക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. പക്ഷേ വളരെ കൃത്യമായി അറിയിക്കാനുള്ളത് മഴക്കാലമാണ്. അതുകൊണ്ട് ജാഗ്രതയ്ക്ക് ഒരു കുറവും ഉണ്ടാകരുത്. അനാവശ്യമായ യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ട സമയമാണ്. അതോടൊപ്പം തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണമുണ്ട്. ഇന്ന് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീരപ്രദേശങ്ങളിൽ ഉള്ളവർ ജാഗ്രത പുലർത്തുക. വിനോദസഞ്ചാരത്തിനും മറ്റുമൊക്കെയായി നേരത്തെ തന്നെ സമയം തെരഞ്ഞെടുത്തിട്ടുള്ളവർ അതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യേണ്ട സാഹചര്യം തന്നെയാണുള്ളത്. ഈ മഴക്കാലത്ത് മലയാളി